ഇതെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡ് വെസിൽസ് പൊട്ടി രക്തം വാർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ശരീരത്തിന് പുറമേ ഒരു മുറിവുകളും ഉണ്ടാവത്തില്ല. മുറിവെല്ലാം ഉണ്ടാകുന്നത് ഉള്ളിലാണ്. എന്നിട്ട് ശരീരത്തിൻ്റെ കണ്ണിൻ്റെ താഴെ, വയറിൻ്റെ അവിടെ, അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഈ ശരീരം പൊട്ടിപ്പോകുന്നത്. കൈയുടെ തോളിൻ്റെ ഇവിടെ ഇങ്ങനെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് അത് വന്ന് വയറിനകത്ത് ഫില്ലായിട്ട് നമ്മുടെ ഈ പിരിഡ്സ് പോകുന്ന പോലെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇഞ്ചക്ഷൻസ്, സർജറി, ആൻറ്റിബയോട്ടിക്കുകളെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല ഇവളുടെ ശരീരത്തിൽ. അതുപോലെ കയ്യെ കാലെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പാടില്ല. നമുക്കൊരു പനി വന്നാൽ പോലും നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വയ്യാഴ്ക വന്നാൽ നമ്മൾ കേരളത്തിൽ ഇവിടെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവർ പറയൂ ഞങ്ങൾക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് കൊണ്ടുപോയിക്കൂ, ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുചെല്ലുമ്പോഴേ അവർ നമ്മളെ കൈമലർത്തി കാണിക്കും. എന്നാൽ അവർക്കറിയില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. മാസം എങ്ങനെയായാലും നമ്മൾ ഒരു പ്രാവശ്യം പോയി വരുമ്പോൾ നമുക്ക് 40,000 രൂപയോളം ചിലവ് വരുന്നുണ്ട് ഒരു വട്ടം പോയി വരുമ്പോൾ. എന്നാൽ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ OPയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് തിരിച്ച് ഇവളെ നോക്കുന്ന മെയിൻ ഡോക്ടറുണ്ട്. പുള്ളിയുടെ അടുത്ത് വന്നിട്ട് പുള്ളി പറയും ഏത് മരുന്ന് കൊടുക്കണം, ഏത് മരുന്ന് കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റിന് എഴുതുമ്പം അവിടെ ഡോക്ടേഴ്സാണ് ബുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളോട് പറയും 2 ആഴ്ച നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും, എത്രയും പെട്ടെന്ന് നമുക്ക് ആ ടെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് പറയും. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്ന് ഫോണിൽ മെസ്സേജ് വന്ന് ആ മെസ്സേജ് അവിടെ കൊണ്ട് സെക്യൂരിറ്റിയെ കാണിക്കുമ്പോൾ മാത്രമേ അവരകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് കാണിക്കണമെങ്കിൽ ചൊവ്വാഴ്ച കണ്ട ഡോക്ടറെ നമുക്ക് വീണ്ടും അടുത്ത ചൊവ്വാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കാണുന്നുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ കാണുന്നുണ്ട്. സ്കിന്ന്, ഗൈനക്കോളജി, ന്യൂറോളജി, സൈക്യാട്രി എന്ന് വേണ്ട ഓർത്തോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ENT, സ്കിന്ന് എല്ലായിടവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ ഡോക്ടർമാരെയും കണ്ടിട്ട് അവസാനം നിങ്ങൾ പൊയ്ക്കോ, ഇനി ഇത്രാം തീയതി വന്നാൽ മതി എന്ന് ഡോക്ടർമാരുടെ ഒരു കൺഫർമേഷൻ പറയാതെ നമുക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. എനിക്ക് ജേർണലിസ്റ്റ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെന്ന് ആഗ്രഹം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ട്, പിന്നെ കൈക്ക് കാലിന് വേദനകൾ, പിന്നെ ഒത്തിരി സമയം ഇരിക്കാനൊക്കത്തില്ല, നടുവിന് പെയിൻ ഉണ്ട്. ഇതൊക്കെയാണ് ഉറക്കത്തിന് ഇപ്പം ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അത്യപൂർവമായ രോഗം ബാധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെങ്ങന്നൂർ സ്വദേശിയായ പ്രത്യക്ഷ എന്ന +2 വിദ്യാർത്ഥിയുടെയും ആ ചികിത്സ കാരണം ചികിത്സയ്ക്ക് പണം മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടി സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ കുടുംബത്തിൻ്റെയും അവസ്ഥയാണ് ഇന്ന് വാർത്താ 24 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ അപൂർവമായ രോഗമെന്നാണ് ഡോക്ടർമാരും കുട്ടിയെ ചികിത്സിച്ച ആളുകളും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ എഹ്ലേസ് ഡൺലോസ് സിംപ്റ്റം ലെവൽ 4 എന്ന ഒരു അസുഖത്തിന്, മാരകമായ രോഗത്തിനാണ് ആ കുട്ടി ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആ കുട്ടിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാവിധമായ ട്രീറ്റ്മെൻറ്റുകളും എല്ലാവിധമായ ഡോക്ടർമാരെ കണ്ടെത്തിയുമായും ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെ കൃത്യമായ രീതിയിലുള്ള മരുന്ന് ഇന്ന് വരെ ലോകത്ത് കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർവമായ ഒരു നടപടിയും ഉണ്ടാകുന്നുള്ളൊരു വിഷമം കൂടി അവർ ഞങ്ങളോട് പങ്കുവെച്ചു. ആകെപ്പാടെ അവർക്ക് CMRDFൻ്റെ, അതായത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിൽ 20,000 രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോണ്ടിച്ചേരിയിലാണ് അവർ ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഏകദേശം 40,000 രൂപയോളം ആ കുട്ടിക്ക് ചിലവാകുന്നു എന്നാണ് കുട്ടിയുടെ രക്ഷാകർത്താക്കൾ നമ്മളോട് പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ കാറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ മറ്റ് ഓട്ടോയിലോ ഒന്നും കുട്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒന്നി ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗത്തിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്ലൈറ്റ് വലിയ ചിലവേറിയ കാര്യമായിട്ട് അതിനെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ട്രെയിനുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രെയിനിൽ ഒരു സൗജന്യമായ ഒരു പാസ് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ പല MP-മാരെ, ചെങ്ങന്നൂർ പാർലമെൻ്റ് അടക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെയും പ്രതിപക്ഷ പാർട്ടിയുടെയും ഭരണപക്ഷ പാർട്ടിയുടെയും ഒക്കെ നിരവധി MP-മാരെ കൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും റെയിൽവേ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർവ്വ നടപടി ഉണ്ടാകുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ ശിശു ക്ഷേമ വകുപ്പിൻ്റെ അല്ലെങ്കിൽ മന്ത്രാലയത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു അമൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അമൽ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ് അവരെ ഏറ്റവും അധികം സഹായിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമൽ നിരവധിയായ ആളുകളുമായി സംസാരിക്കുകയും നിരവധിയായ MP-മാരുമായി സംസാരിക്കുകയും അനുഭാവപൂർവമായ ലെറ്ററുകൾ മേടിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവൻ അടക്കം കൊടുത്തതിന് ശേഷവും അനുഭാവപൂർവമായ ഒരു പാസ് അനുവദിക്കാൻ പറ്റുന്നില്ല. അതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണെങ്കിൽ, നിയമവാഴ്ചയുടെ രാജ്യമാണെങ്കിൽ നമുക്ക് ആളുകൾക്ക് ഒരു കാര്യം സാധിച്ചെടുക്കുന്ന നിരവധിയായ നൂലാമാലകൾ ഉണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമൽ സാജുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഡിസബിലിറ്റി ഡിസീസസ് ആയി ഗവൺമെൻറ്റോ നമ്മുടെ രാജ്യവും അംഗീകരിച്ചില്ല. ഇത്തരത്തിലുള്ള രോഗം ഈ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചില്ല.
ലോകത്ത് ഏകദേശം 507 ആളുകൾക്ക് മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഇതിൻ്റെ മരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിസർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഡിസബിലിറ്റി അല്ലാത്തത് കൊണ്ടാണ് ഇതിനെ ആ കാറ്റഗറി ഉൾപ്പെടുത്തിക്കൊണ്ട് റെയിൽവേക്ക് പാസ് ഒന്നും അനുവദിക്കാൻ പറ്റാത്തത്. പക്ഷേ ശിശുക്ഷേമ മന്ത്രാലയത്തിൻ്റെ രീതിയിൽ ശക്തമായ രീതിയിൽ അമൽ സാജു ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് ഇപ്പോൾ ആ കുട്ടിക്ക് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് അനുഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സയ്ക്ക് അത് ഗുണകരമാകുമെന്നാണ് അമൽ സാജു നമ്മളോട് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വലിയൊരു മനസ്സിലാണ്. അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ത്രൂ ഔട്ട് ഈ വിഷയത്തിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു അഭിനന്ദനം ഞാൻ കൊടുക്കുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി അനുഭാവപൂർവമായ നടപടി ഉണ്ടാവണം. സ്ഥല MLA ആയ സജി ചെറിയാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇടപെട്ടെങ്കിൽ പോലും കാര്യക്ഷമമായ രീതിയിൽ മന്ത്രിയായ സജി ചെറിയാന് ആ കുട്ടിയെ സഹായിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ദുരനുഭവം കൂടി ഞാൻ ഈ വിഷയത്തിൽ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കുട്ടി +2 വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും ആ കുട്ടി പഠിച്ച് ഇപ്പോൾ +2 പാസ്സായിരിക്കുകയാണ്. അതിന് ജേർണലിസത്തിന് പോകണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ആ കുട്ടിക്ക് ഒരു ദിവസം ഏകദേശം 20-ൽ പരം പാടുകൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളും ചിന്തിച്ചു നോക്കണം. അപ്പം ഈ കുട്ടി ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ അവിടുത്തെ പൊതുപ്രവർത്തകർക്ക് പറ്റുമെങ്കിൽ ചെങ്ങന്നൂരിലെയോ കുളനടയിലെയോ പന്തളത്തെയോ ഒക്കെ പൊതുപ്രവർത്തകർക്ക് പറ്റുമെങ്കിൽ അതുകൂടി ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ കുട്ടി എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് സാമ്പത്തികപരമായ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായിക്കണമെന്നൊരു വിനീത അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ പങ്കുവെക്കുന്നത്.